നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയൊരു ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ല അവക്ക്. അതുപോലെ തന്നെയാ നിന്റെ കാര്യം. നിന്റെ അമ്മ ചാവുന്നതിന് മുമ്പ് പറഞ്ഞ 2 ആഗ്രഹങ്ങളുണ്ടല്ലോ, അതും ഇനി നടക്കാൻ പോകുന്നില്ല. അതിനുള്ള മറുപടിയായിട്ട് തന്നെയാണോ ഞാൻ ഇയാളുടെ കഴുത്തിൽ താലി കെട്ടിയത്? ഇതാണ് എനിക്ക് നിനക്ക് നൽകാനുള്ള മറുപടി. ശാലിനിയുടെ അനിയത്തിയായി പോയതുകൊണ്ട് ശ്യാമയുടെ ജീവിതമൊന്നും പൊട്ടിത്തകരാൻ പോകുന്നില്ല. പിന്നെ എന്റെ അമ്മയുടെ അന്ത്യാഭിലാഷം, ഞാൻ താലി കെട്ടി ഒപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ പോകുന്ന പെണ്ണാരാണെന്ന് ചോദിച്ചാ ദാ നിൽക്കുന്നു. പക്ഷേ ഞാൻ തോറ്റുപോയി ശ്യാമേ. അബദ്ധത്തിലാണ് കല്യാണം കഴിച്ചതെങ്കിലും മനസ്സുകൊണ്ട് ആ നിമിഷം മുതല് എന്റെ ഭാര്യയായിരുന്നു ഇയാള്. എന്നോട് പിണക്കവും പരിഭവവും ഒക്കെ കാണിക്കുമ്പോ അത് ഇയാളുടെ കുട്ടിത്തം കൊണ്ടാണെന്നാ ഞാൻ കരുതിയത്. ഇയാളുമായിട്ടുള്ള വഴക്കുകൾ പോലും ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഞാൻ. പനി പിടിച്ചു കിടന്ന എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബെഡിൽ കിടത്തുകയും മരുന്ന് തന്നും നനഞ്ഞ തുണി നെറ്റിയിലിട്ട് അടുത്തിരിക്കുകയൊക്കെ ചെയ്തപ്പോ ഞാൻ കരുതിയത് ഇയാൾക്ക് എന്നോട് ചെറുതായെങ്കിലും ഒരു ഇഷ്ടം രൂപപ്പെട്ടു തുടങ്ങിയെന്നാ. അതല്ലാന്ന് ഇയാള് പറഞ്ഞെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് തോന്നിയില്ല. എടോ, എന്റെ അമ്മയല്ലാതെ മറ്റാരും അങ്ങനെ എന്നോട് പെരുമാറിയിട്ടില്ല. ചതിയും വഞ്ചനയും മാത്രമാ സുസ്മിത എടുത്തുനിന്ന് കിട്ടിയത്. ഒടുവിൽ എത്തിച്ചേർന്നൊരു മരിപ്പച്ചയാ താനെന്ന് വെറുതെ സ്വപ്നം കണ്ടുപോയി. ഒക്കെ വെറുതെ. സുസ്മിത ജയിച്ചു അല്ലടോ. സാരമില്ലടോ, ഇയാളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. സത്യം ഇതൊന്നും അറിയണ്ട. ഇയാൾക്ക് എന്താ ആഗ്രഹം എന്ന് വെച്ചാ അങ്ങനെ തന്നെ ആയിക്കോ. ദീപക്ക് തിരിച്ചു വരുമെങ്കിൽ അങ്ങനെ. പക്ഷെ ഇങ്ങനത്തെ ബുദ്ധിമോശം ഇനി കാണിച്ചു കളയല്ല മോളെ. എനിക്ക് താങ്ങാൻ വയ്യാത്തോണ്ട ദീപക്ക് തിരിച്ചു വന്ന വിട്ടുകൊടുക്കാന്നാ ഞാൻ പറഞ്ഞത്. അതെന്റെ ഹൃദയം പറിച്ചു കൊടുക്കുന്നത് പോലെയാ. സത്യം പറഞ്ഞ നിന്നെ എനിക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ വയ്യ മോളെ. മരണത്തിന് പോലും. എടാ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോകണോ തന്നെ? നമുക്ക് പിരിയാം രോഹിത്. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. ആരും അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം.
അപ്പോഴേക്കും ഞാൻ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുമായിട്ട് എന്റെ ജീവിതം തുടങ്ങിയിരിക്കും. ആര്? അവൻ തന്നെ, ദീപക്. ബോധത്തോടെ ഇയാളോടത് പറയാനുള്ള ഭയം കൊണ്ടാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്. പറ്റാഞ്ഞിട്ടാടോ തന്നെ തന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ വയ്യാത്തോണ്ടാ. ശ്യാമേ, എന്താ ശ്യാമേ, വേദനിക്കുന്നുണ്ടോ? രോഹിത്, ഞാൻ ഡോക്ടറെ വിളിക്കാം. വേണ്ട രോഹിത്, എനിക്കൊന്നുമില്ല. എന്താ ശ്യാമേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. ഇവിടെ എന്റെ അടുത്ത് കുറച്ച് സമയം കൂടി ഇരിക്കോ? എന്താ ശ്യാമേ? ഒന്നുമില്ല. എന്താ ശ്യാമേ? രോഹിത്, ശ്യാമേ എന്താ? രോഹിത് എന്തിനാ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്? ശ്യാമേ, ഞാൻ പറഞ്ഞല്ലേ ഇയാള് കേട്ടോ? ഞാൻ അതൊക്കെ എനിക്ക് ബോധമുള്ളപ്പോ തന്നെ രോഹിത് ഇതൊക്കെ പറഞ്ഞ് എനിക്ക് കേൾക്കണം. ആഹാ, ആള് ഉറക്കമുണർന്നോ? പെയിനൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഡോക്ടർ. ആ, എങ്കിൽ വീട്ടിൽ പോവാം. റോഡിൽ കൂടിയൊക്കെ നടക്കുമ്പോ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നോക്കിക്കൊള്ളാം ഡോക്ടർ. രണ്ടുപേരും എന്തെങ്കിലും സൗന്ദര്യ പിണക്കത്തിലായിരുന്നോ? ഏയ് ഇല്ല ഡോക്ടർ. അല്ല, രണ്ടാളും കരയുന്ന കണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അത് സങ്കടം കൊണ്ടല്ല ഡോക്ടർ. എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു നിധി തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.